മൈഗ്രെയിൻ തിരിച്ചറിയാൻ ബ്രെയിൻ സ്കാൻ ചെയ്യണമെന്ന് കരുതുന്നുണ്ടോ? എന്നാൽ മിക്കപ്പോഴും അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർമാർ എങ്ങനെയാണ് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം. ടെസ്റ്റുകളിലൂടെയല്ല, നിങ്ങളുടെ കൃത്യമായ മെഡിക്കൽ ഹിസ്റ്ററിയും ലക്ഷണവും വെച്ചാണ് ഡോക്ടർമാർ പ്രധാനമായും മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടർമാർ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. തലവേദനയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? ഒരു വശത്ത് മാത്രമാണോ? എത്ര സമയം നീണ്ടു നിൽക്കും? വിങ്ങുന്നത് പോലുള്ള തലവേദനയുണ്ടോ? ഓക്കാനവും ഛർദിയും വെളിച്ചവും ശബ്ദവും ഒക്കെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തലവേദന കൂടുന്നുണ്ടോ? എത്ര ദിവസത്തെ ഇടവേളകളിലാണ് ഈ തലവേദന വരുന്നത്? ഇതിനായി ഒരു ഹെഡേക്ക് ഡയറി എഴുതി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ വേദനയുടെ പാറ്റേണും അതിൻ്റെ ട്രിഗറുകളും കണ്ടെത്താൻ ഇത് സഹായിക്കും. സാധാരണയായി മൈഗ്രെയിൻ കണ്ടെത്താൻ MRI അല്ലെങ്കിൽ CT സ്കാനിൻ്റെ ആവശ്യമില്ല. പെട്ടെന്നുണ്ടാവുന്ന കഠിനമായ തലവേദന, അപസ്മാരം, തളർച്ച അല്ലെങ്കിൽ മറ്റ് അസാധാരണമായ ന്യൂറോളജിക്കൽ സിംറ്റംസ്, വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കാനിംഗ് നിർദ്ദേശിക്കാറുള്ളൂ. കൃത്യമായ രോഗനിർണയമാണ് ശരിയായ ചികിത്സയിലേക്കുള്ള ആദ്യ പടി. നിങ്ങളുടെ തലവേദന വിട്ടുമാറാത്തതോ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതോ ആണെങ്കിൽ ഒരു മടിയും കൂടാതെ ഒരു ഡോക്ടറെ കാണുക. മൈഗ്രെയിനെ കുറിച്ചുള്ള ഇത്തരം ശാസ്ത്രീയമായ വിവരങ്ങൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.